പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും തിയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. സാമാന്യ ജീവിതത്തിൻ്റെ മേഖലകളിൽ പറഞ്ഞ് കേട്ടു പഴകിയ ഒരു വാക്കാണ് ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മിക ദൈവശാസ്ത്രം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ്, ഒരു പദമാണ് ധാർമ്മികത. സമൂഹ ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ മൂല്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന നാടകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നന്മ തിന്മയാണ്, തിന്മ നന്മയാണ്. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. സാധാരണ ഭാഷയിൽ പോലും, ദൈനംദിന ഭാഷയിൽ പോലും ഏവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പദമാണ് അവൻ ധാർമ്മികനായൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ധാർമ്മിക നിഷ്ഠയനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അധാർമികനായ ഒരു വ്യക്തിയാണ്. ധാർമ്മിക നിയമങ്ങളനുസരിച്ച് നന്മ തിന്മ വിവേചിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് മോറൽ പേഴ്സൺ അല്ലെങ്കിൽ ധാർമ്മിക വ്യക്തി എന്ന് നാം വിവക്ഷിക്കുന്നത്. ധാർമ്മിക നിയമം അനുസരിക്കാതെ നന്മയും തിന്മയും വിവേചിക്കാതെ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികളെ അധാർമികൻ അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നവനെന്ന് നാം വിവക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇമ്മോറൽ പേഴ്സൺ എന്ന് നാം പറയുന്നു. വീണ്ടും ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു വിഭജനവും കൂടിയുണ്ട്. മോറൽ പേഴ്സൺ, ഇമ്മോറൽ പേഴ്സൺ, അമോറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ധാർമ്മികതയെക്കുറിച്ചുള്ള യാതൊരു അവബോധവുമില്ലാതെ അതിനെക്കുറിച്ച് അന്ധനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അമോറൽ പേഴ്സൺ എന്ന്. പ്രിയമുള്ളവരെ, ഈ ധാർമ്മിക ദൈവശാസ്ത്രം ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ദൈവശാസ്ത്രം നമുക്കറിയാം എന്താണെന്ന്. വിശുദ്ധ ആൻസ്ലം പറയുന്നുണ്ട്, ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, വിശ്വാസം മനസ്സിലാക്കുവാൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ വിശ്വാസം എപ്പോഴും അതിൻ്റെ യുക്തിയെ തേടുന്നുവെന്ന്. ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒന്നായ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. കാരണം വ്യക്തിപരമായിട്ടുള്ള ധാർമ്മിക നിയമങ്ങളാണ് പലപ്പോഴും ദൈവിക നിയമങ്ങളെക്കാൾ മനുഷ്യർ അനുസരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥവും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനവും ധാർമ്മികതയുടെ ഉത്ഭവങ്ങളും അതിൻ്റെ ഉറവിടങ്ങളുമൊക്കെ നാം വ്യക്തമായി, പ്രത്യേകിച്ച് ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവശാസ്ത്രം നമുക്കറിയാം, വെളിപ്പെടുത്തപ്പെട്ട ചരിത്രഗതികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവാവിഷ്കരണത്തെ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ള മനുഷ്യൻ്റെ യത്നമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഗതിയിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ച്, ദൈവം എങ്ങനെയാണ് ഈ ചരിത്രത്തെ മുന്നോട്ട് നയിച്ചത് എന്നതിനെക്കുറിച്ച് മാനുഷിക ബുദ്ധിയുടെ തലത്തിൽ ദൈവം ദാനമായി നൽകിയ മാനുഷിക ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ള മനുഷ്യൻ്റെ യത്നം, അതാണ് ദൈവശാസ്ത്രമെന്ന് പറയുന്നത്. ഈ ദൈവശാസ്ത്രത്തിൻ്റെ അനേകം വിഭജനങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യങ്ങളുമാണ് ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എപ്പോഴും നിലകൊള്ളുന്നത്. ഈ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള മൗലികമായിട്ടുള്ള അടിസ്ഥാന ദൈവശാസ്ത്രമുണ്ട്. അതിനുശേഷം സഭയുടെ ചരിത്രത്തിൽ സഭാപിതാക്കന്മാർ എപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും വിശുദ്ധ പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ വ്യാഖ്യാനിച്ചു തന്നു എന്നത് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്, ദൈവശാസ്ത്ര ശാഖയാണ് സഭാപിതാക്കന്മാരുടെ ശാസ്ത്രം, അല്ലെങ്കിൽ പട്രോളജി എന്ന് നാം വിളിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, സഭയുടെ ചരിത്ര വീഥികളിൽ സഭ ദൈവം സ്ഥാപിച്ച ക്രിസ്തുവിൻ്റെ തന്നെ തുടർച്ചയായ സഭ എപ്രകാരമാണ് ചരിച്ചത് എന്നതിൻ്റെ ചരിത്രമാണ് സഭാചരിത്രം എന്ന് പറയുന്നത്. മധ്യ കാലഘട്ടങ്ങളിലും ആധുനിക കാലഘട്ടങ്ങളിലും സഭയുടെ ചരിത്രത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വചനങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പഠനമാണ് സഭാചരിത്ര
പഠനമെന്ന് പറയുന്നത്. വീണ്ടും ക്രമീകൃതമായിട്ടുള്ള ദൈവശാസ്ത്രമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഈ വിശുദ്ധ വചനങ്ങളുടെ ആത്യന്തികമായി ഒരു മനുഷ്യനെ നയിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങളാണ്. അവിടെയാണ് ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സഭയെയും സഭയുടെ ഭരണങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് കാനൻ ലോ അല്ലെങ്കിൽ കാനോനിക നിയമം എന്ന് പറയുന്നത്. വീണ്ടും വിശ്വാസത്തെ സംബന്ധിക്കുന്ന വിശ്വാസത്തിൻ്റെ ആഘോഷണമാണ് പാസ്റ്ററൽ തിയോളജി അല്ലെങ്കിൽ അജപാലനപരമായ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവശാസ്ത്രത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാനുഷിക സാധാരണ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ധാർമ്മികമായ ദൈവശാസ്ത്രത്തിൻ്റെ നിർവചനം നമുക്കറിയാം. തിന്മകളെ വിവേചിച്ചറിയുവാൻ വേണ്ടിയിട്ട് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന അടിസ്ഥാനപരമായ ചോദനകളെ, അതിനെ മനസ്സാക്ഷി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. ഈ മനസ്സാക്ഷി അനുസരിച്ച് ശരിയും തെറ്റും നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള ഒരു വലിയ പ്രചോദനമാണ് അല്ലെങ്കിൽ അടിസ്ഥാനമാണ് ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസ് ധാർമ്മിക ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മോറൽ തിയോളജി സ്റ്റഡീസ് ദ നേച്ചർ ഓഫ് ദ ഹ്യൂമൻ ബീങ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്രമെന്ന് തോമസ് അക്വിനാസ് പറയുന്നുണ്ട്. വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള വേറൊരു നിർവചനവും കൂടിയുണ്ട്. തോമസ് അക്വിനാസ് പറയുന്നത് ഇപ്രകാരമാണ്: മോറൽ തിയോളജി സ്റ്റഡീസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റാഷണൽ ബീയിങ് ടുവേഡ്സ് ദ ഗോഡ്. അടിസ്ഥാനപരമായി ദൈവത്തെങ്കിലേക്ക് നീങ്ങപ്പെടുന്ന ബുദ്ധിയുള്ള വിവേചന ശക്തിയുള്ള മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ്. ആ മൂവ്മെൻറ്റിനെക്കുറിച്ച്, ആ നീങ്ങലിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം വിശുദ്ധ തോമസ് അക്വിനാസ് ക്രൈസ്തവ സഭയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ പരമ ആചാര്യനെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന തോമസ് അക്വിനാസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ സുമ്മാ തിയോളജിക്ക് തുടങ്ങുന്നത് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എക്സിത്തുസ് റെദിത്തുസ് എന്ന രണ്ട് ലാറ്റിൻ പദങ്ങളാണ് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ സൂചിപ്പിക്കുവാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുക, അത് ആത്യന്തികമായിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. നമുക്കറിയാം തോമസ് അക്വിനാസ് വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്: ഈ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് തോമസ് അക്വിനാസ് പറയുന്നത് ബിയാറ്റിഫിക് വിഷനിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവിക സന്നിധിയിൽ ഒരു ആനന്ദത്തിൽ, ബിയാറ്റിഫിക് വിഷൻ, എസ്കസിയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുവാനാണ്. അപ്പോൾ ധാർമ്മികമായ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ധാർമ്മിക ദൈവശാസ്ത്രം ഈ ദൈവത്തിൻ്റെ ആത്യന്തികമായി ദൈവത്തെങ്കിൽ എത്തിച്ചേരുവാനുള്ള വഴിയാണ് ദൈവിക അല്ലെങ്കിൽ ധാർമ്മിക ദൈവശാസ്ത്രം. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വേരിത്താറ്റിസ് സ്പ്ലെൻഡർ, സത്യത്തിൻ്റെ പ്രഭ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ധാർമ്മികതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. 19ാമത്തെ നമ്പറിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദി എസെൻഷ്യൽ ആൻഡ് പ്രൈമോർഡിയൽ ഡൈമെൻഷൻ ഓഫ് മോറൽ തിയോളജി ഈസ് ടു ഫോളോ ദ വേ ഓഫ് ജീസസ്. യേശുവിൻ്റെ പാത പിന്തുടരുക എന്നുള്ളതാണ് ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ പ്രഥമവും സത്താപരവുമായ വസ്തുത എന്ന് വേരിത്താറ്റിസ് സ്പ്ലെൻഡറിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വഴിയാണ്. ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പാതയാണ്. ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു പാതയാണ് ധാർമ്മിക ദൈവശാസ്ത്രം. നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ശരിയെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ്റെ മനസ്സാക്ഷി രൂപീകരിക്കുവാൻ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ പര്യാപ്തമാക്കുവാൻ സഭ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സഭ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് ഈ
ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കുവാനായിട്ട് പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഒരു വാക്കുകൂടെ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചും കൂടെ സൂചിപ്പിക്കുവാനുണ്ട്. കാരണം ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം, സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന പ്രമാണത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ നിയമങ്ങളും. മോശയ്ക്ക് നൽകപ്പെട്ട 10 കൽപ്പനകളുടെ അടിസ്ഥാനം പോലും സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം. ഈ ദൈവിക നിയമങ്ങളാണ് ചരിത്രഗതിയിൽ ലോകത്തിൻ്റെ നിയമങ്ങളായിട്ട് അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളായിട്ടൊക്കെ മാറിയത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1789 ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, അതിനുശേഷം ഫ്രാൻസിൽ വെച്ച് തന്നെ നടത്തിയ മനുഷ്യ അവകാശ പ്രഖ്യാപനത്തിൻ്റെയൊക്കെ ആദ്യ രൂപമെന്ന് പറയുന്നത്, പ്രാക് രൂപം എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ ധാർമ്മികതയും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ഒപ്പം തന്നെ 10 കൽപ്പനകളുമാണെന്ന് ഇന്ന് ലോകം അംഗീകരിക്കുന്ന വസ്തുതയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം എപ്രകാരമാണ് ഒരു ജനത്തെ ഒരുക്കി തൻ്റെ സ്വന്തം ജനമായി, തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ജനമായി സൃഷ്ടിച്ച് വളർത്തി വലുതാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു വാഗ്ദാനമായി അബ്രാഹത്തെ നൽകിയപ്പോൾ ആ അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്തു, ഈ ഭൂമി മുഴുവൻ നീ നിറയും, നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദാന പൂർത്തീകരിക്കപ്പെട്ട ജനങ്ങളായിട്ട് നിങ്ങൾ മാറുമെന്ന് അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണമായി അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ നൽകിയപ്പോൾ മോറിയ മലയിൽ വെച്ച് വധിക്കുവാൻ വേണ്ടി ദൈവം, അല്ലെങ്കിൽ ബലി അർപ്പിക്കുവാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുന്ന ചിത്രം വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ വേദന നിറഞ്ഞൊരു ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലുണ്ട്. അവിടെ വാൾ ഉയർത്തുന്ന അബ്രാഹത്തിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നിർത്തുക, മനുഷ്യ ബലി അല്ല പ്രധാനം, നീ മൃഗങ്ങളെ ബലിയർപ്പിച്ചുകൊള്ളുക. നിൻ്റെ അനുസരണവും ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിൻ്റെ വിധേയത്വവും പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നൽകിയതെന്ന് ദൈവം പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വസ്തുത, പഴയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ബലി എന്ന് പറയുന്നത് അവരുടെ ആരാധനയുടെ ആദ്യ രൂപമായിരുന്നുവെങ്കിൽ അതിനൊരു പാരഡിഗ്ം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം പഴയ നിയമത്തിൽ ദൈവം കൊണ്ടുവരികയാണ്. ഈ നിയമത്തിൻ്റെ പൂർത്തീകരണവും പതുക്കെ ക്രമാനുഗതമായ വളർച്ചയും നമ്മൾ കാണുന്നത് ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകിയതോടെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിലുള്ള സൃഷ്ടികൾ ആരാധിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച്, വീണ്ടും അടിസ്ഥാനപരമായ മൂല്യങ്ങൾ പാലിക്കേണ്ടതിനെക്കുറിച്ച്, ജീവൻ്റെ അമൂല്യതയെക്കുറിച്ച്, മനുഷ്യൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ദൈവം നൽകുകയാണ്. അതിന് അനുസരണമായി പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചക പുസ്തകങ്ങളിൽ ദൈവം എപ്രകാരമാണ് വീണ്ടും നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ ജനത്തെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്ന വിജ്ഞാന സാഹിത്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതചര്യയെക്കുറിച്ചും അവനെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന സംക്ഷിപ്തമായ റിപ്പോർട്ടുകൾ എന്നതുപോലെ സുഭാഷിതങ്ങളിലും പ്രബോധനങ്ങളിലും, പ്രഭാഷകൻ്റെ പുസ്തകങ്ങളിലും, സുഭാഷിതങ്ങളിലും, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും, വീണ്ടും സങ്കീർത്തനങ്ങളിലുമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വളരെ സൂക്ഷ്മമായ വിവേചനത്തോടുകൂടിയ സബ്റ്റിലായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രേരണകൾ, കൽപ്പനകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കൽപ്പനകളുടെയൊക്കെ പൂർത്തീകരണം, പഴയ നിയമത്തിലെ 4 ഉടമ്പടികളുടെ പൂർത്തീകരണം ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ ബലിയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയും, മോശയോട് ചെയ്ത ഉടമ്പടിയും, നോഹയോട് ചെയ്ത ഉടമ്പടിയും, വീണ്ടും അവസാനമായി പഴയ നിയമത്തിലെ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും ക്രിസ്തുവിൻ്റെ കുരിശിലെ ഉടമ്പടിയിൽ പൂർത്തീകൃതമാവുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉടമ്പടിയുടെ പൂർത്തീകരണമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണെന്ന് നമുക്കറിയാം. ക്രിസ്തു മതത്തിൻ്റെ തന്നെ പൂർണ്ണത ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ കേന്ദ്രീകൃതമാണ്. അപ്പോൾ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിർവചനം തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത് ഇപ്രകാരമാണ്: സത്യത്തിൻ്റെ സ്നേഹത്തിലുള്ള പ്രായോഗികത. ഇത് വളരെയേറെ ആഴമേറിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിർവചനമാണ്. സത്യത്തിൻ്റെ സ്നേഹത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചതുപോലെ വേരിതാറ്റിസ് സ്പ്ലെൻഡർ, സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ സൂചിപ്പിച്ചതുപോലെ
വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ പിന്തുടരുന്നതാണ് അടിസ്ഥാനപരമായ ക്രൈസ്തവ ധാർമ്മികതയെങ്കിൽ അതിൻ്റെ പരമകാഷ്ഠ, അതിൻ്റെ കേന്ദ്ര ബിന്ദു, അന്തസാരം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് കുരിശിലെ വിശുദ്ധ യോഹന്നാന് പറയുന്നത്, അന്ത്യദിനത്തിൽ ഇൻ ദ ഈവനിങ് ഓഫ് അവർ ലൈഫ്സ് വി വിൽ ബി എക്സാമിൻഡ് ഓൺ ലവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്ത്യദിനങ്ങളിൽ, അവസാന നാളുകളിൽ സ്നേഹത്താൽ സകലതും വിധിക്കപ്പെടുന്നു, സ്നേഹത്താൽ പലതും അല്ലെങ്കിൽ സകലതും പരീക്ഷിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനമെന്ന് കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള വിവേചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്നേഹമാണ് അടിസ്ഥാന പ്രമാണമെന്ന് നമ്മൾ വ്യക്തമാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു നിർവചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചും കൂടെ, ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചുകൂടെ നമ്മുടെ ബോധമണ്ഡലങ്ങളിലേക്ക് നമ്മളൊന്ന് ഓർപ്പിക്കുകയാണ്. ദൈവശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യങ്ങളുമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യങ്ങളുടെയും ഒരു അടിസ്ഥാനം ധാർമ്മിക ദൈവശാസ്ത്രത്തിനുണ്ട്. വീണ്ടും നമുക്കറിയാം, ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം, അടുത്ത അടിസ്ഥാനം എന്ന് പറയുന്നത് സഭാപിതാക്കന്മാരുടെ പ്രമാണങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ്. വീണ്ടും ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം സഭയുടെ പ്രബോധനങ്ങളാണ്. സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങി, പ്രത്യേകിച്ച് ഡിഡാക്കെ എന്ന് പറയുന്ന അപ്പസ്തോലിക കാലഘട്ടത്തിലുള്ള ആ കൃതിയിൽ തുടങ്ങി എപ്രകാരമാണ് ധാർമ്മികമായി സത്യസന്ധമായ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ ശിക്ഷൻ ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാം. ഹെർമാസിൻ്റെ ഇടയൻ എന്ന് പറയുന്ന അപ്പസ്തോലിക കാലഘട്ടത്തിലെ കൃതിയിൽ പോലും ധാർമ്മികതയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സൂചനകൾ കണ്ടുപിടിക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സഭയുടെ പ്രബോധനങ്ങൾ, കൗൺസിലുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സഭയുടെ പ്രബോധനങ്ങൾ. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ധാർമ്മിക ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാന പ്രബോധന രേഖയായ വേരിത്താത്തിസ് സ്പ്ലെൻഡർ തുടങ്ങി. അതിന് മുൻപോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കാസ്റ്റി കൊന്നൂബി എന്ന് പറയുന്ന ലേഖനങ്ങൾ, ഹ്യൂമാനെ വീത്തെ എന്ന് പറയുന്ന ചാക്രിക ലേഖനം, എവാഞ്ചലിയം വീത്തെ എന്ന് പറയുന്ന ലേഖനങ്ങൾ, അനേകം ലേഖനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ ധാർമ്മിക പ്രബോധനത്തെ സംബന്ധിച്ചിട്ടുണ്ട്. വീണ്ടും നീതിയെ സംബന്ധിച്ചും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള അനേകം പ്രബോധനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. റേരും നൊവാരും പോലെയുള്ള തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചും തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന അനേകം ചാക്രിക ലേഖനങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള സഭയുടെ പഠനങ്ങളാണ്. വീണ്ടും ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് കൂദാശകളും അവയുടെ ആഘോഷങ്ങളുമാണ്. ഇത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഒരു സഭയുടെ ആരാധനയുടെ കൂട്ടായ്മയിൽ നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട കൂട്ടായ്മയാണ്. ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയുടെ അസ്തിത്വം എന്ന് പറയുന്നത്, സത്ത എന്ന് പറയുന്നത് ആരാധനയിലാണ്, ആരാധന സമൂഹത്തിലാണ്. അതുകൊണ്ടാണ് ആരാധന പണ്ഡിതന്മാർ, ആരാധനാക്രമ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു ചൊല്ല് വളരെയേറെ സുവിദിതമാണ്. ആ ചൊല്ലി പ്രകാരമാണ് ലെക്സ് ഒരാന്തി ലെക്സ് ക്രദേന്തി, അവസാനമായിട്ട് കൂട്ടിച്ചേർക്കും ലെക്സ് വിവേന്തി. വിശ്വാസത്തിൻ്റെ നിയമം ആരാധനയുടെ നിയമമാകുന്നു. ആരാധനയുടെ നിയമം ജീവിതത്തിൻ്റെ നിയമമാകുന്നു. ആരാധനയുടെ നിയമം വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ നിയമം ആരാധനയുടേതും ആകുമ്പോഴാണ് അവ പ്രായോഗിക ജീവിതത്തിൻ്റെ നിയമങ്ങളായിട്ട് മാറുന്നത്.
അപ്പോൾ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആരാധനയുടെ നിയമമാണ് വിശ്വാസത്തിൻ്റെ നിയമമാകുമ്പോൾ അതാണ് അവസാനം പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഈ ധാർമ്മിക ദൈവശാസ്ത്രം ക്രൈസ്തവ ജീവിതത്തിൻ്റെ തന്നെ അടിത്തറയായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇനി ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തെ പണ്ഡിതന്മാർ പലതായിട്ട് വിഭജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ത്രന്തോസ് സോനഗദോസിലൂടെ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തെ ഫണ്ടമെൻ്റൽ മോറൽ തിയോളജി എന്നും സ്പെഷ്യൽ മോറൽ തിയോളജി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ധാർമ്മിക ദൈവശാസ്ത്രമെന്നും പ്രത്യേക ദൈവശാസ്ത്രമെന്നുമൊക്കെ തിരിക്കുന്നുണ്ട്. അടിസ്ഥാന ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും മനസ്സാക്ഷിയെക്കുറിച്ചുമൊക്കെയുള്ള പഠനമാണ്. പ്രത്യേക ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് പറയുന്നത് കൽപ്പനകളുടെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികതയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ത്രന്തോസ് സോനഗദോസ് ഇങ്ങനെ ധാർമ്മിക ദൈവശാസ്ത്രത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ ധാർമ്മിക ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സാമാന്യ ഭാഷ പദപ്രയോഗത്തിൽ കടന്നു വരുന്ന വേറൊരു വാക്കാണ് സാൻമാർഗിക ദൈവശാസ്ത്രം, ധാർമ്മിക ദൈവശാസ്ത്രം. പലപ്പോഴും നമ്മൾ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് ധാർമ്മിക ദൈവശാസ്ത്രവും സാൻമാർഗിക ദൈവശാസ്ത്രവും. ഈ സാൻമാർഗിക ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ചും വ്യത്യാസങ്ങളെക്കുറിച്ചും മാനുഷിക പ്രവൃത്തികളെക്കുറിച്ചും ധാർമ്മികമായ പ്രവൃത്തികളെക്കുറിച്ചും സ്വതന്ത്രമായ മനസ്സിനെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727, 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഫോൺ 0496 266 4600.